പണ്ടേ ഉള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഒരിക്കലും പെർസ്യൂ ചെയ്യാൻ ധൈര്യം ഉണ്ടാകാത്ത ഒരു ആഗ്രഹമായിരുന്നു സിവിൽ സർവീസസ് പ്രിപ്പയർ ചെയ്യുക. സോ ആ ഒരു സമയത്ത് എനിക്ക് 10-35 വയസ്സുണ്ട്. അപ്പോൾ വീട്ടുകാരുടെ ഒക്കെ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, നീ പഠിത്തമൊക്കെ നിർത്തിയതല്ലേ, തീരെ ചെറിയ 2 കുട്ടികളാണുള്ളത്, ഒക്കെ മാനേജ് ചെയ്യാൻ പാടായിരിക്കും, അതൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞു. അറ്റ്ലീസ്റ്റ് ഒന്ന് പരീക്ഷ എഴുതി നോക്കാൻ സമ്മതിക്കൂ, തോക്കുവാണെങ്കിൽ നോ പ്രോബ്ലം. അങ്ങനെ കുറേയൊക്കെ ഞാൻ കൺവിൻസ് ചെയ്ത് അങ്ങനെ ഞാൻ അറ്റംപ്റ്റ് കൊടുത്തു. പക്ഷേ കുഞ്ഞ് തീരെ ചെറുതായിരുന്നു, ഒന്ന് ഏകദേശം 1 വയസ്സൊക്കെ ഉള്ളവർക്ക്. അങ്ങനെ ആദ്യത്തെ അറ്റംപ്റ്റ് കൊടുത്തു, തോറ്റു. ഈ തൊട്ട് മുന്നത്തെ അറ്റംപ്റ്റ് 2023 അറ്റംപ്റ്റ് കുറച്ചൊക്കെ ഞാനൊന്ന് പ്രിപ്പയർ ചെയ്തിട്ടൊക്കെയാണ് കൊടുത്തത്. പക്ഷെ അത് ഞാൻ തോറ്റുപോയി വീണ്ടും. അപ്പോൾ 3ാമത്തെ അറ്റംപ്റ്റ് ഒക്കെ ആയപ്പോൾ തന്നെ ഇതെന്തിനാണ് ഇനി ചെയ്യുന്നത്, ഇതൊക്കെ വളരെ മിടുക്കന്മാരായിട്ടുള്ള ആൾക്കാരൊക്കെ ഉള്ളതാണ്, സ്റ്റോപ്പ് ഓൾ ദിസ് പ്രിപ്പറേഷൻ. എൻ്റെ റീസൺസ് വളരെ സ്ട്രോങ് ആയിരുന്നു. ഐ ന്യൂ വൈ ഐ സ്റ്റാർട്ടഡ്. അപ്പോൾ സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും ആഗ്രഹങ്ങളാണെങ്കിലും നമ്മളാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ വേറെ ആർക്കും നമ്മൾ മനസ്സിലാക്കാൻ പറ്റില്ല. അത് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യരുത്. എൻ്റെ ആഗ്രഹങ്ങൾ എൻ്റെ അതേ തീവ്രതയിൽ മറ്റൊരാൾ മനസ്സിലാക്കുമെന്ന്. ആരെൻ്റെ മുമ്പിലുണ്ട്, ആരെൻ്റെ പുറകിലാണ് എന്നൊന്നും ഞാൻ നോക്കിയില്ല. എനിക്കിത് വേണം എന്ന് മാത്രമേ ഞാൻ ചിന്തിച്ചുള്ളൂ. കാടെന്ന് പറയുന്നത് ഒറ്റ നോട്ടത്തിൽ ഒരു കാടായിട്ട് തോന്നും, പക്ഷെ അതിലുള്ള ഓരോ മരങ്ങളും ഒറ്റയ്ക്കാണ്.